ഹായ് എവറി വൺ, വെൽക്കം ടു നോട്ട് ബഡി ഡോട്ട് ഇൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഗ്രാമറിൽ നമുക്ക് ഒരു മാർക്ക് പോകുന്ന ഒരു ഏരിയ ആണ് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പിലൂടെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ച്. Reported speech is used to tell what someone said without using their exact words. അതായത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പോലെ. അതായത് ആ പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്യുക. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിൽ ഷീ സെഡ് ഐ ആം ടയേർഡ്. അവൾ പറഞ്ഞു ഞാൻ വളരെ ടയേർഡ് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ എങ്ങനെയായി? ഷീ സെഡ് ദാറ്റ്, അവൾ പറഞ്ഞു ഷീ വാസ് ടയേർഡ്, അവള് ടയേർഡ് ആയിരുന്നു എന്ന്. അവിടെ ആദ്യം പറഞ്ഞത് എന്താണ്? ഞാൻ ടയേർഡ് ആണ്. അവൾ പറഞ്ഞു ഞാൻ ടയേർഡ് ആണ്. അത് നമ്മളിപ്പോ വേറൊരാളോട് പറയുകയാണെങ്കിൽ എന്താണ്? അവള് പറഞ്ഞു അവള് നല്ല ടയേർഡ് ആണ് എന്നുള്ളത്. അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാല്. ഒരാൾ പറഞ്ഞ കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാവുക. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പഠിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കൊട്ടേഷൻ മാർക്ക് അവിടുന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഒരിക്കലും എന്ത് വരില്ല? ഈ കൊട്ടേഷൻ മാർക്ക് വരില്ല. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഹി സെഡ് ഐ ആം ഹാപ്പി. അപ്പൊ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹി സെഡ് ദാറ്റ് ഹി വാസ് ഹാപ്പി. അവിടെ റിപ്പോർട്ടഡിൽ എന്തില്ല? കൊട്ടേഷൻ മാർക്ക് ഇല്ല. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് വെർബ്, അതായത് ഷീ ടോൾഡ് അല്ലെങ്കിൽ ഷീ സെഡ് എന്നൊക്കെ പറയില്ലേ, സെഡ് ടോൾഡ്, ഇതൊക്കെ വന്നാല് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദാറ്റ് യൂസ് ചെയ്യണം. അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ ഷീ സെഡ് ഐ ലൈക്ക് ടീ. അപ്പൊ ഈ സെഡ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ദാറ്റ് കൊടുക്കണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ഷീ സെഡ് ദാറ്റ് ഷീ ലൈക്ക്ഡ് ടീ. ഓക്കെ ആണല്ലോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചേഞ്ച് ദ ടെൻസ്. ഇഫ് ദ റിപ്പോർട്ടിംഗ് വേർബ് ഈസ് ഇൻ ദി പാസ്റ്റ് ടെൻസ്, ദ വേർബ് ഇൻ ദി സെന്റൻസ് യൂഷ്വലി ചേഞ്ചസ്. അതായത് പ്രസന്റിലുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവും? പാസ്റ്റ് ആയിട്ട് മാറും. ആം അല്ലെങ്കിൽ ഈസ് എന്നുള്ളത് വാസ് ആയിട്ട് മാറും. ആരാണ് സെന്റൻസിലുള്ളത് എന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വേറാവും. ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണെങ്കിൽ അത് ഹാഡ് ആയിട്ട് മാറും. വില്ലാണെങ്കിൽ വുഡ്, ക്യാൻ ആണെങ്കിൽ കുഡ്. അതായത് പ്രസന്റിലുള്ള കാര്യങ്ങളെല്ലാം എന്താവും? പാസ്റ്റിലേക്ക് ചേഞ്ച് ആവും. അതുപോലെ തന്നെ പ്രോനൗൺസും എന്താവും? ചേഞ്ച് ആവും എന്നാണ് പറയുന്നത്. പ്രോനൗൺസ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ സ്പീക്കർ ആൻഡ് ദ ലിസണർ. അതായത് ഷീ സെഡ് ഐ ആം ടയേർഡ്, അതില് ഐ മാറിയിട്ട് എന്താവും? ഷീ ആയിട്ട് മാറുന്നുണ്ട്. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ടയേർഡ്. അതുപോലെ ഹി സെഡ് ടു മീ യു ആർ ലേറ്റ്. ഹി ടോൾഡ് മീ ദാറ്റ് ഐ വാസ് ലേറ്റ്. അതായത് യു എന്തായി മാറി? ഐ ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് പ്രോനൗൺസ് ചേഞ്ച് ചെയ്യും. പിന്നുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടൈം വേർഡ്സ് ചേഞ്ച് ആവും. സം ടൈംസ് ആൻഡ് പ്ലേസ് വേർഡ്സ് ഓൾസോ ചേഞ്ച്. അതായത് നൗ എന്നാണ് ഡയറക്റ്റ് സ്പീച്ചിലുള്ളത് എന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ ദെൻ ആവും. ടുഡേ ഉള്ളത് ദാറ്റ് ഡേ ആവും. ടുമോറോ ഉള്ളത് ദ നെക്സ്റ്റ് ഡേ. യെസ്റ്റർഡേ ആണെങ്കിൽ ദ പ്രീവിയസ് ഡേ. ഹിയർ ഉള്ളത് എന്താവും? ദേർ ആവും. ഈ ചേഞ്ചസും ശ്രദ്ധിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിൽ പറയാണ് ഹി സെഡ് ഐ വിൽ കം ടുമോറോ. അത് റിപ്പോർട്ട് ചെയ്യുക എങ്ങനെയാണ്? ഹി സെഡ് ദാറ്റ് ഹി വുഡ് കം ദി നെക്സ്റ്റ് ഡേ. ടുമോറോ മാറിയിട്ട് എന്തായി? ദ നെക്സ്റ്റ് ഡേ ആയി മാറി. ഇനി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ യൂസ് ആസ്ക്ഡ് പ്ലസ് ഇഫ് ഓർ വെദർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഷീ സേയ്സോ അല്ലെങ്കിൽ ടോൾഡോ കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് യൂസ് ചെയ്യണം എന്ന്. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതെന്താക്കണം? യൂസ് ആസ്ക്ഡ് പ്ലസ് ഇഫ് ഓർ വെദർ. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഹി സെഡ് ആർ യു റെഡി. അപ്പൊ റിപ്പോർട്ട് ചെയ്യുക എങ്ങനെയാണ്? ഹി ആസ്ക്ഡ് ഇഫ് ഐ വാസ് റെഡി. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ് കാര്യങ്ങൾ. റിപ്പോർട്ടിംഗ് WH ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻസ് വാട്ട്, വേർ, വെൻ, വൈ, ഹൗ, ഇതൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ വേർഡ്സിനൊക്കെ അവിടെ തന്നെ വെക്കണം എന്നാണ് പറയുന്നത്. അതായത് അതിനെ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നോക്കുക, ഷീ സെഡ് വേർ ഡു യു ലിവ്. അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പം ഷീ ആസ്ക്ഡ് വേർ ഐ ലിവ്ഡ്. ഓക്കെ, അതായത് ഹി സെഡ് വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഹി ആസ്ക്ഡ് വാട്ട് ഐ വാസ് ഡൂയിങ്. ആ ക്വസ്റ്റ്യൻ വേർഡിന് എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് വരുന്നില്ല. ഇനി കൊമാൻഡ്സ് അല്ലെങ്കിൽ റിക്വസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സമയം, ആ സമയത്ത് ടോൾഡ് അല്ലെങ്കിൽ ആസ്ക്ഡ് അതിന്റെ കൂടെ +2
പ്ലസ് വേർബ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് ഹി സെഡ് ഓപ്പൺ ദി ഡോർ, അതൊരു റിക്വസ്റ്റ് ആയിട്ടും കമാൻഡ് ആയിട്ടും നമുക്ക് കണക്കാക്കാം. ആ ഡോർ ഓപ്പൺ ചെയ്യാനാണ് അയാൾ പറയുന്നത്. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി, ഹി ടോൾഡ് മീ ടു ഓപ്പൺ ദി ഡോർ. അവിടെ എന്ത് വന്നു, ടോൾഡ് വന്നു, ടു വന്നു, അതുപോലെ തന്നെ എന്താണ്, വേർബും വന്നു. ഓക്കെ, ഹി ടോൾഡ് മീ ടു ഓപ്പൺ ദി ഡോർ. അതുപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷീ സെഡ് പ്ലീസ് ഹെൽപ്പ് മീ, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യൂന്ന് ആര് പറഞ്ഞു, അവള് പറഞ്ഞു. അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഷീ ആസ്ക്ഡ് മീ ടു ഹെൽപ്പ് ഹെർ. അവിടെ ആസ്ക്ഡ് വന്നു, ടു വന്നു, ഹെൽപ്പ് വന്നു. മനസ്സിലായോ? ടോൾഡ് ഓർ ആസ്ക്ഡ് പ്ലസ് ടു പ്ലസ് വേർബ്. ഇത്രയാണ് ഈ കൊമാൻഡ്സ് അല്ലെങ്കിൽ റിക്വസ്റ്റിന്റെ സമയത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള റൂൾസ്. ഇത് മൊത്തത്തിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൊട്ടേഷൻ മാർക്ക് ഒഴിവാക്കണം. അത് കഴിഞ്ഞിട്ട് ദാറ്റ് യൂസ് ചെയ്യണം. എന്തിനു ശേഷം, സെഡ് ഓർ ടോൾഡിന് ശേഷം ദാറ്റ് യൂസ് ചെയ്യണം. പിന്നെ അതുപോലെ ടെൻസ് ചേഞ്ച് ചെയ്യണം, പ്രോനൗൺസ് ചേഞ്ച് ചെയ്യണം, അതുപോലെ ടൈം വേർഡ്സും ചേഞ്ച് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അത് എന്താക്കണം, ആസ്ക്ഡ് പ്ലസ് ഇഫ് ഓർ വെദർ, അല്ലെങ്കിൽ ആ WH വേർഡ് ആണെങ്കിൽ അത് അതുപോലെ തന്നെ അങ്ങനെ ചെയ്യണം. ഇനി കമാൻഡ്സ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണെങ്കിലോ, ടോൾഡ് അല്ലെങ്കിൽ ആസ്ക്ഡ് ചേർത്തിട്ട് അതിനു ശേഷം ടു പ്ലസ് വേർബ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ് അല്ല, റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുന്നത്. സിമ്പിൾ ആണ്, ഇതൊന്ന് ഇരുത്തി പഠിച്ചാൽ നമുക്ക് മാർക്ക് കംപ്ലീറ്റ് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഷീ സെഡ് ഐ ആം ഹാപ്പി. അപ്പൊ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഷീ സെഡ് കഴിഞ്ഞിട്ട് എന്ത് വരണം, ദാറ്റ് വരണം. ഐ മാറിയിട്ട് ഷീ ആയി, ആം മാറിയിട്ട് വാസ് ആയി. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഹി സെഡ് ആർ യു ബിസി. അതെന്താണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ ഹി ആസ്ക്ഡ് ഇഫ് ഐ വാസ് ബിസി. ഓക്കെ, അതുപോലെ അടുത്ത രണ്ടെണ്ണം ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കൂ. ഇനി അത്ര ഈസി അല്ലാത്ത ഒന്ന് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കി നോക്കാം. ഷീ സെഡ് ഐ ആം റീഡിങ് എ നോവൽ. അതെങ്ങനെ മാറുക, ഷീ സെഡ് കഴിഞ്ഞാൽ ദാറ്റ് വരും, ഐ മാറിയിട്ട് എന്താവും, ഷീ ആവും, ആം മാറിയിട്ട് വാസ് ആവും, റീഡിങ് എ നോവൽ നൗ എന്നുള്ളത് എന്താവും, ദെൻ ആവും. നൗ ഉള്ളത് ദെൻ ആവും. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് റീഡിങ് എ നോവൽ ദെൻ. അടുത്ത നോക്കുകയാണെങ്കിൽ ഹി സെഡ് വി വിൽ കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ടുമോറോ. ഹി സെഡ് കഴിഞ്ഞിട്ട് ദാറ്റ് വന്നു, പിന്നെ അതുപോലെ എന്തായി, ദേ ആയി മാറി അല്ലെ. വി മാറിയിട്ട് ദേ ആയി, വില്ല് മാറിയിട്ടോ വുഡ് ആയി. കംപ്ലീറ്റ് ദി പ്രോജക്റ്റ് ടുമോറോ എന്നുള്ളത് എന്തായി മാറി, ദ നെക്സ്റ്റ് ഡേ. ഓക്കെ ആണല്ലോ. അടുത്തൊന്ന് ചെയ്തു നോക്കൂ. പിന്നെ ഞാൻ വേറെയും എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്, ഇതൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റെപ്സും ഒന്ന് നന്നായി ഇരുത്തി പഠിച്ചാൽ ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ആ മാർക്ക് മിസ്സായി പോവില്ല. അത് നന്നായിട്ട് ആ സ്റ്റെപ്സ് അതേപോലെ ഒന്ന് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.